ബി.ജെ.പി വിട്ട അണ്ണാമലയ്ക്ക് പിന്തുണ ഏറുകയാണ് തമിഴ്നാട്ടിൽ. ആദ്യ ഒരു മണിക്കൂറിൽ വി ദ ലീഡേഴ്സ് എന്ന ലിങ്കിലൂടെ വളണ്ടിയർമാരായി എത്തിയത് 8 ലക്ഷം പേരാണ്. 50 പ്രാദേശിക നേതാക്കളും പിന്തുണച്ച് എത്തിയിട്ടുണ്ട്. കെ.ബി. ശ്രീധരനാണ് വിവരങ്ങളുമായി. ശ്രീധരൻ, ഒരു ട്രെൻഡായി മാറുന്നുണ്ടോ അണ്ണാമലയുടെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ? സോഷ്യൽ മീഡിയ ഈ ദ ലീഡേഴ്സ് എന്ന് പറയുന്ന ആ ലിങ്ക് വഴി ആളുകൾക്ക് ഈ രാഷ്ട്രീയ മൂവ്മെന്റിന്റെ ഭാഗമാകാം എന്നായിരുന്നു അണ്ണാമലൈ ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരുന്നത്. ഏതായാലും ആ ലിങ്ക് വി ദ ലീഡേഴ്സ് എന്ന ലിങ്ക് ഓപ്പണായി ആദ്യ മണിക്കൂറിൽ തന്നെ 8 ലക്ഷത്തോളം പേരാണ് വളണ്ടിയർമാരായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കണക്കെടുത്താൽ 8,68,000-ലധികം ആളുകൾ ഈ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇതിൽ 50ഓളം പ്രാദേശിക നേതാക്കൾ, അതായത് വളരെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ കൂടി ഈ പോരാട്ടത്തിന്റെ ഭാഗമാവുകയാണെന്ന് അതിൽ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ രാഷ്ട്രീയത്തിൽ സജീവമാക്കുക കൂടിയാണ് ലക്ഷ്യം. അഴിമതി രഹിതമായിട്ടുള്ള രാഷ്ട്രീയ രംഗം, അത് ആണ് തന്റെ ലക്ഷ്യം എന്നൊക്കെയാണ് അണ്ണാമലൈ പ്രഖ്യാപിച്ചത്. ഏതായാലും അടുത്ത വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി, അതായത് ഇപ്പോൾ അതൊരു സംഘടനാ രൂപം ആയിട്ടില്ല, സംഘടനാ രൂപമായ ശേഷം പിന്നീട് അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയായി, രാഷ്ട്രീയ പാർട്ടിയായി അത് രൂപാന്തരം പ്രാപിക്കുമെന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലാണ് അണ്ണാമലൈ ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്. ഏതായാലും ആ രാഷ്ട്രീയ പാർട്ടിയായി മാറി അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കൃത്യമായിട്ട് പ്രാതിനിധ്യം ഉണ്ടാക്കും എന്ന് തന്നെയാണ് അണ്ണാമലൈ ഉറപ്പിക്കുന്നത്. രജനീകാന്തിന്റെ ആശീർവാദത്തോടു കൂടിയാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്നൊക്കെ അണ്ണാമലൈ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഇന്ന് രജനീകാന്തിന്റെ ഭാര്യ ലതാ രജനീകാന്ത് മക്കൾ മേടൈ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സാമൂഹ്യ പോരാട്ടം, അതിനുവേണ്ടി ഒരു വേദി ഒരുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടൊരു പ്ലാറ്റ്ഫോം കൂടി തുറന്നിട്ടുണ്ട്. ഏതായാലും തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ വരുന്നു എന്നത് സൂചന തന്നെയാണ്. പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞിരുന്ന തമിഴ്നാടിനെ ഇപ്പോൾ വിജയ് വന്നു, അതൊരു വലിയ മാസ് മൂവ്മെന്റായി മാറി. അത് ദ്രാവിഡ പാർട്ടികളെ മലർത്തിയടിച്ചുകൊണ്ട് വിജയ് ഭരണത്തിലേറുന്ന അവസ്ഥ വന്നു. ആ വിജയ് ഒരുക്കിയ നിലത്താണ് ഇപ്പോൾ അണ്ണാമലയും അതുപോലെ തന്നെ രജനീകാന്തിന്റെ ഭാര്യയും ഒക്കെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുമൊക്കെ ആയിട്ട് വരുന്നത്. ഏതായാലും ഇത് എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രഡിക്ഷൻ അസാധ്യമാണ്. കാരണം വിജയുടെ വലിയ രാഷ്ട്രീയ വളർച്ച തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടതാണ്. സമീപകാലത്ത് പുതിയ സർക്കാർ അധികാരത്തിലേറുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ബി.ജെ.പി എന്ന പരീക്ഷണം അത് തമിഴ്നാട്ടിൽ വിജയിക്കില്ല എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് അണ്ണാമലൈ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം എന്ന നിലയിൽ പുതിയ രാഷ്ട്രീയ നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. ആദ്യ മണിക്കൂറിൽ തന്നെ ഇപ്പോൾ 8,86,766 പേർ ഇപ്പോൾ ഈ നിമിഷം അംഗങ്ങളായി വി ദ ലീഡേഴ്സ് എന്ന ലിങ്കിലേക്ക് എത്തിയിട്ടുണ്ട്.